മറ്റൊരു വാർത്ത കൂടിയുണ്ട്. തിരുവനന്തപുരം ചാന്നാങ്കരയിൽ ഗുണ്ടാ വിളയാട്ടമെന്ന് നാട്ടുകാരുടെ പരാതിയുണ്ട്. പട്ടാപ്പകൽ പൊതുവഴി കയ്യേറി ഗുണ്ടാ സംഘത്തിന്റെ ചീട്ടുകളിയും മദ്യപാനവും അസഭ്യം പറച്ചിലുമെന്നാണ് പരാതി. പോലീസിൽ അറിയിച്ചതിന് ഇവർ വീട്ടിൽ കയറി പീഡിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയെന്നും നാട്ടുകാർ പറയുന്നു. പോലീസിൽ അറിയിച്ചാൽ ജീപ്പില്ല എന്നുള്ള മറുപടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ താമസം മാറാൻ മെമ്പർ പറഞ്ഞെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കഞ്ചാവും അതും ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് പറയും. അവർ നമ്മൾ എത്ര വിളിച്ച് പറഞ്ഞാലും ഒരു സമയത്ത് എത്തൂല. അപ്പം നമ്മൾ ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കൗൺസിലർ അടുത്തെന്ന് പറഞ്ഞാലും അവർ പറയണേ, നിങ്ങൾ അവിടെ ഇവിടെ ഉള്ളവരൊക്കെ എന്തിനാ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്, നിങ്ങൾക്ക് വേറെ സ്ഥലമില്ല, എന്തിനും ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ് എന്നൊക്കെയാണ് ഇവിടുത്തെ മെമ്പർ പറയുന്നത്. പെണ്ണുങ്ങളെ പള്ള വിളിക്കാം, മറ്റുള്ളവരെ വീട്ടിൽ കയറി ചീത്ത വിളിക്കാം, മറ്റുള്ള വീടുകളിൽ കയറി ഇറങ്ങാം. അങ്ങനെയൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല. എന്ന് വെച്ചാൽ അവരെയൊക്കെ പേടിച്ച് നമ്മൾ ജീവിച്ചോളും. അതാണ് അവരെയൊക്കെ അഭിപ്രായം. നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്നെയൊക്കെ പീഡിപ്പിക്കും, നിന്റെയൊക്കെ ആണുങ്ങളെ വെട്ടിക്കൊല്ലും, നിന്റെയൊക്കെ മക്കളെ തട്ടിക്കൊണ്ടുപോകും, പല അനാവശ്യങ്ങളും പറഞ്ഞു. സനിത ശോഭ ചന്ദ്രൻ ചേരുന്നു. സനിത, ഇതെന്താണ് സംഭവം? ധന്യ, തിരുവനന്തപുരം ചന്നാങ്കരയിലാണ് പട്ടാപ്പകൽ പൊതുവഴി കയറി ഗുണ്ടാ സംഘത്തിന്റെ ചീട്ടുകളിയും മദ്യപാനവും കൂടാതെ തന്നെ സ്ത്രീകളെ അസഭ്യം പറയുകയും സ്ത്രീകൾ പൊതുവഴിയിലൂടെ നടക്കുന്ന സമയം നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി ചന്നാങ്കരയിലെ വീട്ടമ്മമാർ, അവിടെയുള്ള സ്ത്രീകളാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയാൽ ഇത് പോലീസിനെ അറിയിച്ചാൽ വീട്ടിൽ കയറി പീഡിപ്പിക്കുമെന്നും ഈ ഗുണ്ടാ സംഘം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പൊറുതിമുട്ടിയ ഈ ചന്നാങ്കര 10 ഏക്കർ നിവാസികളാണ് നിരവധി തവണ ഇതിൽ പരാതി നൽകിയതായിട്ടാണ് ഇവർ പറയുന്നത്. പോലീസിൽ അറിയിച്ചാൽ പോലീസിന്റെ ഒരു മറുപടിയായിട്ട് ജീപ്പില്ല അവിടേക്ക് വരാൻ എന്നുള്ള മറുപടിയാണ് പോലീസ് നൽകുന്നത്. പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ ആണെങ്കിൽ താമസം മാറാനാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. ഈ പൊതു ഇടങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ല, അത്തരത്തിലുള്ള പരാതികളും ഈ ചന്നാങ്കര നിവാസികൾ പറയുന്നുണ്ട്. ഇത് പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനാണ് ഇവരോട് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ നിവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്ത്രീകൾ വഴി നടക്കുന്ന സമയത്ത് ഈ ഗുണ്ടാ സംഘം നഗ്നത പ്രദർശിപ്പിക്കുകയും അത് പോലീസിൽ പറഞ്ഞപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കുകയും അവരെ വിട്ടയക്കുകയുമാണ് ഉണ്ടായത്. പലതവണയായി പരാതി പറയുന്നു എന്നാണ് ഇവിടെയുള്ള നിവാസികൾ പറയുന്നത്. കൊലക്കേസ് പ്രതി അടക്കമുള്ള സംഘമാണ് പട്ടാപ്പകലും രാത്രിയും പൊതുവഴിയിൽ ഇത്തരത്തിൽ ചീട്ടുകളിയും മദ്യപാനവും നടത്തുന്നത്. സ്ത്രീകളും കുട്ടികളും പോകുന്ന സമയത്ത് വരെ ഇവർ നഗ്നതാ പ്രദർശനം നടത്താറുണ്ട്. സ്ത്രീകളും കുട്ടികളും അതുപോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും സ്ഥിരമായി പോകുന്ന ഒരു പൊതുവഴിയാണിത്. ധന്യ, സനിസയാണ് വിശദാംശങ്ങൾ നൽകിയത്.